വഖഫ് ബിൽ മുസ്ലിങ്ങളുടെ അവകാശം കവരുന്നുണ്ടോ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. വഖഫ് ഭേദഗതി ബിൽ മതവിശ്വാസികൾക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ കൃത്യമായ ലംഘനമാണ്. വഖഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ദൈവിക മാർഗത്തിലുള്ളവന്റെ ദാനമാണ്. ദൈവിക മാർഗത്തിലുള്ളവന്റെ ദാനമാണ്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഒരു മുസ്ലിം അതെങ്ങനെ ദാനം ചെയ്യണമെന്നും അതിന്റെ വിനിയോഗം എങ്ങനെയാകണമെന്നും ഒക്കെ മതപരമായി നിഷ്കർഷിക്കുന്ന നിയമങ്ങളുമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഒരു കാര്യം, ഇനി എല്ലാ അംഗങ്ങളും പങ്കെടുത്താലും പറയുന്ന ഒരു കാര്യമാണ്. BJP NDA വിചാരിച്ചാൽ ഭൂരിപക്ഷ തീരുമാനമായി അത് വരും. നീ പോ മോനെ ദിനേശ്. ചുമ്മാ ഇതിൽ പറയുന്ന അതിന്റെ കൂടെ ഒന്നുകൂടെ ഉണ്ട്. അവരെ ഈ വഖഫ് ചെയ്യുന്ന ഭൂമി അവരുടെ കൃത്യമായ ഉടമസ്ഥതയിൽ തന്നെ ഉള്ളതായിരിക്കണം. ഇപ്പൊ നമ്മളെ മുനമ്പത്തെ വിഷയം അറിയാം. അവിടെ പാട്ടത്തിനെടുത്ത ഭൂമിയാണ് വഖഫ് ചെയ്യുന്ന ഒരു ആരോപണമുണ്ട്. ഇപ്പൊ ഇതിന് മുനമ്പത്തിന് ഇത് ബാധകമാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാവും. ഇന്ന് ഒരു മുസ്ലിം വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ ആ മനുഷ്യന്റെ വിശ്വാസപരമായ കാര്യമാണത്. നീയാണല്ലോ കോടതി. അവന്റെ മതപരമായ വിശ്വാസപരമായി അവന് നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ എന്താണ്? വഖഫിന് ഒരു ഭൂമി വഖഫിന്റെ തോന്നിയാൽ വഖഫ് എന്താണ് ചെയ്യേണ്ടത്? ആ ഭൂമി ഞങ്ങളേതാണ് എന്ന് പറഞ്ഞ് ആ ഭൂമി അന്യായമായി കൈവശം വെക്കുന്ന ആൾക്കെതിരെ സിവിൽ കോടതിയിൽ പോകണം. ആ വ്യക്തി ഹിന്ദു ആവാം, മുസ്ലിം ആവാം, ക്രിസ്ത്യാനി ആവാം, മതവിശ്വാസം ഇല്ലാത്ത ആളാവാം. പക്ഷെ 95 ചിത്രം മാറി. 95 സെക്ഷൻ 40 എന്ന അത്യന്തം അപകടകരവും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കെതിരുമായ ഒരു സാധനം തിരികെ കയറ്റി. എന്താണ്? വഖഫിനൊരു ഭൂമി തങ്ങളേതാണെന്ന് തോന്നിയാൽ, ബോധ്യം വന്നാൽ വഖഫ് നോട്ടീസ് അയച്ചാൽ മതി. പിന്നെ ആ നോട്ടീസ് കിട്ടിയ ആൾ എന്ന് വെച്ചാൽ 3000 കൊല്ലം പഴക്കമുള്ള തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ഊരാളന്മാർ ഉൾപ്പെടെയുള്ളവർ അവർ പോയി എവിടെ തെളിയിക്കണം? വഖഫ് ബോർഡിൽ തെളിയിക്കണം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അതെന്താ? എന്ത് ന്യായമാണ്? ആരാണ് ഈ വഖഫ് ബോർഡ്? വഖഫ് ബോർഡ് മുസ്ലിങ്ങൾ അടങ്ങുന്ന ഒരു ബോർഡ്. അവിടെ വഖഫിനെതിരെ കേസ് കൂടി അവർ തെളിയിക്കണം. വൺ ഹൂ അലജസ് ഹാസ് ടു പ്രൂവ്. ആരാണോ ആരോപിക്കുന്നത് അവൻ തെളിയിക്കണം എന്നാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. എന്നെ ഒരാൾ തല്ലി എന്ന് ഞാൻ പറഞ്ഞാൽ, എന്നെ തല്ലി എന്ന് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസും പ്രോസിക്യൂഷനോ തെളിയിക്കണം കോടതിയിൽ എന്നെ ഇന്നാളെ തള്ളിയിട്ടുണ്ടെന്ന്. ഇവിടെ അത് വേണ്ട. നോട്ടീസ് അയച്ചാൽ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ 3000 കൊല്ലം പഴക്കമുള്ള തിരുച്ചെന്തൂരയിലെ അമ്പലത്തിന്റെ ആളുകൾ വഖഫ് ബോർഡ് മുമ്പാകെ പോയി കേസ് കൂടണം. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ട്രിബ്യൂണലിൽ അവസാനിക്കുമായിരുന്നു നിയമ പോരാട്ടം. അപ്പീൽ അധികാരം ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഇല്ലാത്ത അവസ്ഥ അത് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നീതി നിഷേധിച്ചിട്ടുണ്ട്. അപ്പീലിനുള്ള പ്രൊവിഷൻ കൂടി ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? ഏതോ ഒറ്റപ്പെട്ട ചെറിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതവിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇവിടെ കൃത്യമായ ഇടപെടലിലൂടെ കണ്ടത്. ഇതൊക്കെ ഒരു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, മതമൈത്രി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണോ? ഒരു ട്രിബ്യൂണലിൽ എല്ലാം അവസാനിക്കും. വഖഫ് ബോർഡുകൾ തീരുമാനിക്കും. അപ്പീലുള്ളത് ട്രിബ്യൂണലിൽ മാത്രം. അത് മാറുന്നത് നല്ലതല്ലേ? 100% ഞാൻ യോജിക്കുന്നു. ഈ നിയമം നിലനിൽക്കുമ്പോഴല്ലേ ഇന്ത്യ രാജ്യത്ത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ എത്തിയത്? അല്ല, ആ കേസ് ഉദാഹരിക്കാൻ കഴിയും. ഇവിടെ വഖഫ് ബോർഡ് തീരുമാനിക്കുന്നു, ട്രിബ്യൂണലിലേക്ക് അപ്പീൽ പോകുന്നു. അത് കഴിഞ്ഞാൽ മറ്റു കോടതികളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പ്രൊവിഷൻ ആ നിയമത്തിൽ വരേണ്ടതല്ലേ? പ്രത്യേകിച്ച് വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള തർക്കം ശ്രീ രണ്ടത്താണിക്ക് അറിയാമല്ലോ. അതല്ല ഉദ്ദേശം. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഭൂഷണമാണോ? ഇത് ഇന്ന് മുസ്ലിമിന് നേരെ വരും ഈ നിയമം. ആരും കാത്തിരിക്കേണ്ട. നാളെ ഈ നിയമം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കെതിരെയായും മറ്റന്നാൾ ഈ നിയമം ഇവിടുത്തെ പാർസിക്കെതിരാകും. ഇനി വല്ലതും പറഞ്ഞ് എന്റെ പണി കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ
പലതിലും പുരോഗമനാത്മകമായ ഈ സ്വത്തുക്കൾ സംരക്ഷിക്കാനും അത് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അതിനുവേണ്ടി ഉപയോഗിക്കാനും ഒക്കെ സഹായകമാകുന്നതാണ്. ഇത് നന്നാക്കാനാണോ അതോ ഇല്ലാതാക്കാനാണോ എന്ന് സർക്കാരിന് ഇതിൽ ഒരു വാശിയുമില്ല. വാശി ഉണ്ടായിരുന്നെങ്കിൽ JPCക്ക് വിടുമൊന്നും വേണ്ട, സർക്കാരിന് പാസ്സാക്കാമായിരുന്നു. അവസാന നിമിഷം വരെ അമുസ്ലിമായി ജീവിച്ച ആളുകളുടെ സ്വത്തിന് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്, വാക്കാലുള്ള വഖഫാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കേസ് കോഴിക്കോടുണ്ട്. ഞാൻ ഒരു ഡാറ്റ വായിക്കാം. അവർ പറഞ്ഞിരിക്കുകയാണല്ലോ, സിംഗിൾ കേസൊന്നും അല്ല, ഗവൺമെന്റിന്റെ കയ്യിൽ ഡാറ്റ ഉണ്ട്, ഞാൻ വായിച്ചു തരാം. ദി മിനിസ്ട്രി ഹാസ് അനലൈസ്ഡ് ഫങ്ഷനിങ് ഓഫ് ദി ട്രൈബ്യൂണൽസ് and found that there are 4,951 cases lying pending in tribunals. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Is it convenient and comfortable for you? അതന്നെ. Agreed? Agreed. അതിൽ 9,942 കേസാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. ബാക്കി 31,000 കേസ് അമുസ്ലിങ്ങളായിട്ടാണ്. ഈ അമുസ്ലിങ്ങളുടെ സ്വത്തിനെതിരെയാണ് 31,000 കേസ്. ഇത് എന്തൊരു പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ്. അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ വഖഫിൻ്റെതാണെന്ന് പറഞ്ഞ് നടപടിയെടുത്തതിൻ്റെ പേരിൽ 40,951 കേസിൽ 31,000-ഓളം കേസ് അങ്ങനെയാണ്. ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷ് ഏട്ടാ പ്രശ്നം. സിവിൽ കോടതിക്ക് അധികാരം കൊടുത്ത പ്രശ്നം തീർന്നു. ഞാൻ വഖഫിന്റെ ഭൂമി തട്ടിയെടുത്തു എന്നാണെങ്കിൽ വഖഫ് എനിക്കെതിരെ സിവിൽ കോടതി കേസ് കൊടുത്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. അതല്ല ന്യായം. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമി ഞാൻ തട്ടിയെടുത്താൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ചാവക്കാട് മുൻസിഫ് കോടതിയിലോ ചാവക്കാട് സബ് കോടതിയെ സമീപിക്കണം. ഇവിടെ അതല്ല, വഖഫിന് തോന്നുകയാണ് ഞങ്ങളുടെ ഭൂമിയാണെന്ന്, ബോധ്യമാവുകയാണ്. ഇപ്പൊ നോട്ടീസ് അയച്ചാൽ പിന്നെ ആ കൈവശക്കാരനല്ലേ ഉടമസ്ഥൻ. അതായത് ചാവക്കാട് സാമൂതിരിപ്പാടിന്റെ പണ്ടാര ഭൂമി നായർ തറവാടിന് പതിച്ചു കൊടുത്തു, അവര് ഭാഗം ചെയ്ത് വിറ്റു. ഇന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ കൈവശം വെക്കുന്നു. അത് വഖഫാന്ന് പറഞ്ഞ് കോഴിക്കോട് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുക 100 കണക്കിന് ആൾക്കാർക്ക്. അവരെൻ്റെ അടുത്ത് വന്നു, ആ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. സാമൂതിരിപ്പാടിന്റെ കൈവശം ഭൂമി എന്നാ വന്നത്? ഇസ്ലാം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട് സാമൂതിരിപ്പാടിന്റെ കൈവശം ഭൂമി. അപ്പൊ ഇതൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. 31,000 കേസ് അമുസ്ലിങ്ങളായിട്ടാണ്. ഈ സെക്ഷൻ 40 ഉണ്ടാക്കിയ കുഴപ്പമാണിത്. ഒരു വലിയ അബദ്ധം കാണിച്ചതിന്റെ പ്രശ്നമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഗവൺമെന്റിന് വാശിയില്ല. പാർലമെന്റ് ചർച്ച ചെയ്യട്ടെ, പരമോന്നത ബോഡിയല്ലേ, അവിടെ പ്രശ്നം തീർക്കട്ടെ. ഇനി അവസരമുണ്ടല്ലോ. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പം ഇത്തരത്തിൽ വഖഫ് നിയമപ്രകാരം ആരുടെയും സ്വത്തിന് മുകളിൽ അവകാശവാദം ഉന്നയിക്കുക, അത് പ്രകാരം നിയമത്തിലൊരു മുൻവിധി, ഒരു പ്രിസംഷൻ ഉണ്ടാകുക, ഇത് വഖഫ് സ്വത്താണെന്നൊരു പ്രിസംഷൻ ഉണ്ടാകുക, ആരുടെ സ്വത്താണോ അവകാശവാദമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അയാൾ പോയി തെളിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ വഖഫിലേക്ക് മറ്റ് മതവിശ്വാസികളെ തിരികെ കയറ്റാൻ ശ്രമിക്കുക. അപ്പം ഇത്തരത്തിൽ പരസ്പരം നമുക്ക് ചർച്ച ചെയ്ത് അഡ്രസ്സ് ചെയ്ത് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ റീഫോം ചെയ്യേണ്ടുന്നതായിട്ടും അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു നിയമമാണ്. അപ്പോൾ വഖഫ് നിയമം പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ അവകാശവാദമോ വരികയാണെങ്കിൽ ഈവൻ കളക്ടറല്ല, സിവിൽ കോടതികളിലേക്ക് ആ ഒരു അധികാരം നിക്ഷിപ്തമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമയബന്ധിതമായിട്ട്, സിവിൽ കേസുകളൊക്കെ നാട്ടിൽ വർഷങ്ങളോളം വലിഞ്ഞഴഞ്ഞു പോകുന്നതിന് പകരം സമയബന്ധിതമായിട്ട് അത് പരിഷ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് പ്രകാരം മതവിശ്വാസ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയും. ഞാൻ പോകുന്നു. ബൈ.